കുറെ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നു വല്ലതും നടക്കും ഇത്. സാറേ ഞാൻ കുറെ നേരം കൊണ്ട് ഞാൻ അങ്ങോട്ട് പറയാണ്, ഇത് നിന്നിട്ടും കാര്യമില്ല, സമ്മതിക്കത്തില്ല. ഈ നിന്നിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ ഒരു കസ്റ്റമറുടെ സംസാരിക്കുന്ന ഒരു മര്യാദയുണ്ട്. അല്ല, നിങ്ങൾ സംസാരിക്കുന്ന ഒരു മര്യാദ എന്നോട് കാണിക്കണം. എന്താണ് ഇയാള് വാട്ടാണ്. ഇയാളെന്ന് പറയരുത്. ഞാൻ ഈ ഷോറൂം തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇവിടെയുള്ള എല്ലാവരോടും പറഞ്ഞാണ്, വരുന്ന കസ്റ്റമറെ നമ്മൾ വളരെ ബഹുമാനത്തോടു കൂടെ പെരുമാറാൻ. കസ്റ്റമർ ഈസ് കിങ്. ഒരു 100 പ്രാവശ്യം ഇമ്പോസ് ചെയ്ത് പഠിപ്പിച്ചാണ് കസ്റ്റമർ ഈസ് കിങ്. മാന്യമായിട്ട് വേണം അവരോട് പെരുമാറാൻ. അയാൾ പറയുന്നത് വേറെ കാര്യങ്ങൾ. അയാളല്ല സാർ, അങ്ങനെ പറ. സാറ് പറയുന്നതാണ് സാർ കറക്റ്റ്. അവര് പറയുന്നതെന്ന് സാറ് കാര്യമാക്കണ്ട കേട്ടോ. സാറ് പറയുന്നതാണ് കറക്റ്റ്. അല്ല സാറേ, അവൻ പറയുന്നത് അവനല്ല. സാർ എന്താണ് പറഞ്ഞത്? അത് പറ. നിന്റെ മുതലാളി ഒരു തെണ്ടിയാണെന്ന്. അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ പിന്നെ പ്രതികരിക്കട്ടെ സാർ? അത് വേണം, പക്ഷെ തൽക്കാലം താഴത്ത് പ്രതികരിച്ചാൽ മതി. കാര്യം നമുക്ക് കസ്റ്റമർ ഈസ് കിങ്. അതാണ് എന്റെ പോളിസി. സാർ ഞാൻ ഇതിന്റെ ഓണറാണ്. താനാണ് എന്റെ മുതലാളി. അപ്പൊ താൻ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ ചൂടല്ലേ, വീട്ടിലേക്ക് ഒരു AC വാങ്ങാന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു. ഇവര് ചോദിച്ച പൈസ കൊടുത്തു, ഞാൻ AC വാങ്ങി. എന്നിട്ട് ഇവരെന്നെ പറ്റിച്ചിരിക്കുന്നു. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കസ്റ്റമേഴ്സിന് കൊടുക്കാവൂ. ഒരിക്കലും അവരെ ചീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ? സാറാ പുള്ളി എന്തോ പറയുന്നത് നോക്ക് സാറേ. സാർ എന്താണ് സാർ സംഭവിച്ചത്? പറയണം. ഞാൻ ഈ AC മേടിക്കാൻ വന്നപ്പോൾ ആ AC വെണ്ടാക്കി അക്ഷരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 1.5 ടണ്ണിന്റെ AC ആണെന്ന്. ഞാൻ ഈ AC വാങ്ങി വീട്ടിൽ ചെന്ന് തൂക്കി നോക്കിയപ്പോൾ 30 കിലോ ഉള്ളൂ ACയിൽ. അല്ല സാറേ, അങ്ങനെ അല്ല സാറേ, 1.5 ടൺ AC ആണെങ്കിൽ സാധാരണ തൂക്കി നോക്കുമ്പോൾ 30 കിലോ വരും. അതാണ് കറക്റ്റ്. അതെന്ത് വർത്തമാനമാണ്? നമ്മളിപ്പോ പലവ്യഞ്ജന കടയിൽ ചെന്ന് നമ്മൾ പഞ്ചസാര വാങ്ങി വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ 1 കിലോയുടെ പഞ്ചസാരയാണെങ്കിൽ 1 കിലോ പഞ്ചസാരയും കാണുമല്ലോ. നമ്മളിപ്പോ മീൻ വാങ്ങുന്നു, മീൻ 1 കിലോ മേടിച്ചോണ്ട് പോയി വീട്ടിൽ തൂക്കുമ്പോൾ 1 കിലോ മീൻ കാണുന്നില്ലേ? അപ്പൊ അത് മര്യാദയല്ലേ? അത് ഒന്ന് പറഞ്ഞു വിടൂ. കസ്റ്റമർ ഈസ് കിങ്. എനിക്ക് തന്നെ സംസാരമൊന്നും വേണ്ട. എന്റെ അടുത്ത് ഇങ്ങനെയാണ് പെരുമാറാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞാനിത് കേസ് കൊടുക്കും. എന്നോട് സംസാരിക്കാൻ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണാം. ഇങ്ങനെയല്ല പെരുമാറരുത്. അവനൊന്ന് ഞാൻ പറഞ്ഞില്ലേ, കസ്റ്റമേഴ്സ് ഒരിക്കലും അങ്ങനെ സംസാരിക്കും. നമ്മൾ താഴ്ന്നു വേണം അവരോട് സംസാരിക്കും. കസ്റ്റമർ ഈസ് കിങ്. ഇനി ആവർത്തിച്ച് കഴിഞ്ഞാൽ ഞാൻ ശമ്പളം വെട്ടി കുറയ്ക്കും. കസ്റ്റമർ ഈസ് കിങ്. കേട്ടോ, ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട പൈസക്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. കസ്റ്റമർ ഈസ് കിങ്. അയ്യോ, നമ്മൾ മനസ്സിൽ കണ്ട പോലത്തെ TV. നമസ്കാരം. ഗുഡ് മോർണിംഗ് സാർ. സാറേ, ഞാനാണ് ഇതിന്റെ കടയുടെ ഓണർ. ഞാൻ നമ്മുടെ ഈ ഒരു യൂറോപ്യൻ കൺട്രീസിലേക്കുള്ള ആ ടൈപ്പിലാണ് നമ്മളിവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. സാറിന് ഇപ്പൊ എന്താണ് ആവശ്യം? അയ്യോ, ഞാനിപ്പോ TV ഉണ്ട്. പറഞ്ഞില്ലേ എന്ത്? മറ്റേ കട്ടിലും ബെഡും തലയും. കട്ടിലും ബെഡൊന്നും വേണ്ട, ഒരു പായും തലണയും മതി. പായും തലയുടെ നിങ്ങൾ കിടന്നാ മതി, എനിക്ക് കട്ടിലും ബെഡും. എന്താണത് സംസാരം? ഇങ്ങനെയാണോ സാർ? നോക്കൂ സാർ, സാർ കട്ടില സാർ, തേക്കിലും ഈട്ടിലും എത്ര രൂപ വില സാറേ? അത് 1,30,000 രൂപ. ഞാൻ പറഞ്ഞിട്ടില്ല 1,30,000 രൂപ. അത് ബാക്കിയുള്ളവർക്ക്. ഇതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. 10% റിഡക്ഷൻ കൊടുത്താൽ മതി. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. ഒരു 10% കുറച്ച് കൊടുത്താൽ സാർ 1,20,000 എടുക്കാം. ഉഗ്രൻ സാധനമാണ് സാർ. അത് നല്ല ക്വാളിറ്റിയാണ് മേഡം. പിന്നെ നല്ല നോക്കണം, എന്ത് ബലം നോക്കിയേ. കണ്ടോ, നല്ല ബലം, നല്ല ബലം. പക്ഷെ ഞങ്ങളുടെ യൂസിന് ഇത് പറ്റുമെന്നൊരു ഡൗട്ട് ഉണ്ട്. അതങ്ങനെയാണ്. അതെ, നിങ്ങൾക്കെന്ന് പറയാം, ബാക്കിയുള്ള കടകളിൽ നിങ്ങൾക്ക് ഈ കബളിപ്പിക്കൽ പറ്റിയത് കൊണ്ട് തോന്നാണ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഞാൻ വേറൊരു ഓഫർ കൂടി നിങ്ങൾക്ക് തരാം. സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന പോലെ ഈ കട്ടിലും മെത്തയും നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പോലെ ഒരു 1/2 മണിക്കൂർ ഉപയോഗിച്ച് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അയ്യോ, അത് നല്ലൊരു ഓഫറാട്ടോ. കിടന്നു നോക്കാം, നടുവേദന ഉണ്ടോ നോക്കാം. നടുവേദന ഉണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് പോകാം. അത് കൊള്ളാം. ഇങ്ങനത്തെ ഒരു ഓഫർ ഒരു കടയിലും വെച്ചിട്ടില്ല. അവിടെ സാമർത്ഥ്യം മാത്രമേ ഉള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പരീക്ഷിച്ചോ. സാർ ഒന്ന് ഇരുന്ന് നോക്കിയേ. സാർ ഒന്ന് ഇരുന്ന് നോക്കിയേ. ഞാൻ കിടന്നു നോക്ക്. ഒരു കാര്യം നിങ്ങൾ പിന്നെ ഒന്ന് കിടന്നു ആദ്യം നോക്കിയേ. ഒരു 10 മിനിറ്റ് കിടന്നു നോക്കാം. നടുവേദനയോ ബോഡി പെയിൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കാമല്ലോ. നോക്കാം. അതെ, നമ്മള് സാധാരണ എന്താ എങ്ങനെ നടക്കുന്നത്? എന്താ ഇങ്ങനെ നടക്കുന്നത്? ഞാൻ വീട്ടിലിങ്ങനെയാ. വീട്ടിലല്ല, ഈ ഞങ്ങൾ ഇങ്ങനെയാ ശീലം. സാറേ, നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമുണ്ട്. അതെ, ഇപ്പൊ സാധാരണ ഇപ്പൊ യൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സാറ് എന്താ ചെയ്യുന്നത്? ഞാൻ ബാങ്കിൽ ഉദ്യോഗസ്ഥനാണ്. എന്നിട്ടാണോ സാർ ഇങ്ങനെ ഈ പായി തരാണിക്ക് വേണ്ടിയൊക്കെ കടുപ്പെടുത്ത പിടിക്കുന്നത്? സാർ ഇപ്പൊ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് സാർ നേരെ അങ്ങോട്ടാ വരുന്നത്? ഞാൻ നേരെ ബെഡ്റൂമിൽ വന്ന് സാർ എങ്കിൽ കട്ടിൽ ഇരിക്കുന്നത് പോലെയൊക്കെ ചുമ്മാ ഒന്ന് അഭിനയിച്ച് നോക്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഒരു 1/2 മണിക്കൂർ നിങ്ങൾ ഇതുമായിട്ടൊന്ന് ഇടപഴകി നോക്ക്. നിങ്ങൾക്ക് കംഫർട്ട് ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. അതങ്ങനെ അതെന്തായാലും കംഫർട്ടബിൾ അല്ലേ ഞങ്ങൾ എടുക്കുന്നത്. ഞങ്ങളുടെ യൂസിന് പറ്റണം.
നമുക്ക് നോക്കാം ചേട്ടാ, എന്തായാലും ഇവർ ഇത്ര നിർബന്ധിക്കുന്നല്ലേ. പിന്നെ സാർ ഓഫീസിൽ പോയിട്ട് വരുന്നല്ലോ നോക്കണം, അന്നിരുന്ന് നോക്കണം. അറിയാം ഇങ്ങനെ വേണം നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മളെ കയ്യിലേക്ക് കൊണ്ടുവരാൻ. മനസ്സിലായി സാർ. 1,20,000 കുറഞ്ഞു ഒരു 5 കുറച്ച് കൊടുക്കരുത്. വാ. ചായ എടുക്കട്ടെ? ചായ എടുക്ക്. എന്ത് ഇത്ര വരാൻ താമസിച്ചത്? വല്ലാത്ത ക്ഷീണം. ഇത് എവിടെ ആണോ? തൂക്കും ഞാൻ? നീ ഇത് ഇവിടെ തൂക്ക്. ഇത് ഇവിടെ തൂക്കും. ആ. എന്ത് താമസിച്ചത്? എന്നാ പറയാനെന്ന് മാസാവസാനം അല്ലേ എങ്ങനെയുണ്ട് കിടന്നപ്പോ? കിടന്നുമ്പോ കുഴപ്പമൊന്നുമില്ല. അല്ല, എഴുതാൻ വരട്ടെ. നല്ലതാണ്. ബുക്ക് ചെയ്യാൻ വരട്ടെ. ഞാൻ വരട്ടെ, ഞങ്ങളുടെ യൂസിന് പറ്റുന്നതാണോ നോക്കണ്ടേ? ആ മതി, അരമണിക്കൂർ സമയമില്ലേ? ധൃതി വെക്കണ്ട. എന്നിട്ട് അപ്പൊ ഈ മാസാവസാനമാണ് ബാങ്കിൽ കുറെ ആൾക്കാർ വന്ന് ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം എഴുതാനും പിടിക്കാനൊക്കെ ഉണ്ടാകുന്നത്. ആണോ? എന്താ വിക്കുന്നത്? എന്താ വിൽക്കണമെന്നില്ല. ഉണ്ട് വിക്കുന്നുണ്ട്. അത് നിന്റെ തോന്നലാ. ഇന്ന് എവിടെയൊക്കെ പോയി അവളുമായിട്ട്? ഏവള് ആ പുതിയ സ്റ്റെനോയായിട്ട് ഇന്ന് എവിടെയൊക്കെ കറങ്ങാൻ പോയി? സ്റ്റെനോയോ? ഏത് സ്റ്റെനോ? മര്യാദക്ക് സത്യം പറഞ്ഞോ, ഇന്ന് എവിടെ അവളുമായിട്ട് എടി കറങ്ങാൻ പോയി? ഞാനങ്ങ് പോയില്ല. നീ എന്ത് വർത്താനം പറഞ്ഞേ? എങ്ങും പോയില്ലെന്നാ? ഞാൻ നിങ്ങളെ ജംഗ്ഷനിൽ വെച്ച് കണ്ടല്ലോ, രണ്ടുപേരും കൂടെ പോണത്. പറഞ്ഞാണേ. മര്യാദക്ക് സത്യം പറഞ്ഞോ, മര്യാദക്ക് സത്യം എടി പറഞ്ഞു. ഞങ്ങളുടെ ബാങ്ക് മാനേജർ പുതിയതായിട്ട് സ്റ്റെനോ വന്നല്ലോ. ബാങ്ക് മാനേജർ പറഞ്ഞു സ്റ്റെനോ ഈ സ്ഥലമൊക്കെ ഒന്ന് കൊണ്ട് കാണിക്ക്, പുള്ളിക്കാരത്തി വരവും പോക്കും നടക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞു. ഞാനപ്പോ എന്നെ ബൈക്കെ കയറ്റി ഒന്ന് കൊണ്ടു നടന്നോ. എന്നെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? നിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ 6 വർഷമായി. 6 വർഷമായി. നിങ്ങൾ എന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കറക്കാൻ കൊണ്ടുപോയിട്ടുണ്ടോ? നിന്നെ എത്ര സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയി? നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കേ. അരമണിക്കൂർ സമയമില്ല, മാറി നിൽക്കാൻ. പറ എവിടെയെന്ന് പോയി? എടി നിന്നെ എത്ര സ്ഥലത്ത് കൊണ്ടുപോയി? എവിടെ കറക്കാൻ കൊണ്ടുപോയി? ഒത്തിരി സ്ഥലത്ത് കൊണ്ടുപോയി. ഞാൻ അടിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും. നീ എന്നെ അടിച്ച്. എവിടെ കറക്കാൻ? എടി, നീ അടിക്കടി. എന്താണത്? അയ്യേ, ഒട്ടും ക്വാളിറ്റി ഇല്ല. ഞങ്ങൾ 2 മിനിറ്റ് തന്നെ ഇത് ഞാൻ മുഴുവൻ പറഞ്ഞില്ല ഞങ്ങളുടെ യൂസിന് ഇത് പറ്റൂല. പോലെ ഈ തലന എവിടെ നിർത്തത്? തലാണ് ഗോഡൌണിൽ. ആ ഗോഡൌണിൽ ആരെങ്കിലും എടുക്കും. അവിടെ പഴകിയ സാധനങ്ങളല്ലേ, എക്സ്പോർട്ട് സാധനം ജപ്പാനിൽ നിന്ന് കൊണ്ടുവച്ചിട്ടില്ലേ? അത് വേണം എടുത്തരാൻ. സാറ് ക്ഷമിക്കണം സാർ, സാറിന് വേണ്ടി ജപ്പാനിൽ നിന്ന് ഇറക്കിയ തലണ നമുക്ക് റെഡിയാക്കാം. നമുക്ക് കട്ടിലും മെത്തി അങ്ങ് ബുക്ക് ചെയ്താലോ, ഓർഡർ ചെയ്താലോ? അല്ല ഓക്കെ സാറിന്റെ അല്ല, ഈ തലേണ ഇങ്ങനെ ആയ സ്ഥിതിക്ക് അല്ലെ ജപ്പാനിൽ നിന്നുള്ള സാധനം ഉണ്ട്, ഇത് പഴയത്. അല്ല കേട്ടോ, ഒരു മിനിറ്റ്. ഞാൻ എന്ത് സാധനം വാങ്ങിച്ചാലും എന്റെ 2 ആങ്ങളമാരെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അവര് വന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കാറ്. അല്ല മാഡം, ഈ തലണയില് ഫാൾട്ട് പറ്റിപ്പോ അത് ഇവിടെ നല്ലതാണ് ചേട്ടാ. എന്റെ കല്യാണം പോലും ചേട്ടന് അവര് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാ ഞാൻ കല്യാണം കഴിച്ചത്. അല്ല, അവരൊന്ന് വരട്ടെ, അവരൊന്ന് വരട്ടെ. അവർ എന്റെ കൂടെ വന്നിട്ടുണ്ട്. അവരൊന്ന് വന്ന് നോക്കിയിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ എത്ര രൂപയാണ് പറയണോ അത്ര രൂപ വന്ന് ഞങ്ങൾ എടുത്തു. വിളിക്കട്ടെ അവരെ. എടാ സോബി, ജോബി, ഇങ്ങോട്ട് കയറി വേണ. ഇതേ എന്റെ ആങ്ങളമാര്. അയ്യോ, ഇവര് റെസ്ലിംഗിലെ വലിയ ചാമ്പ്യന്മാരാ. എന്തോരം മെഡലൊക്കെ കിട്ടിയിട്ടുണ്ടോന്ന് അറിയാമോ? ഇങ്ങോട്ട് വന്നടാ. ഇയാള് പിന്നെ എന്നെ ചതിക്കാൻ തുടങ്ങിയടാ. ഓഫീസിലെ പെണ്ണുമായിട്ട് പിന്നെയും കറങ്ങി നടക്കുവാടാ. നിന്റെ അടുത്ത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് എന്റെ പെങ്ങളെ കൊണ്ട് കരയിപ്പിക്കലെന്ന്. നീ വീണ്ടും എന്നെ കൊണ്ട് ഇങ്ങോട്ട് വരുത്തിക്കാൻ നീ കേൾക്കൂല. അയ്യോ 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 ഇടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നടക്കുന്നില്ല കേട്ടോ. ഓ അയ്യോ അയ്യോ അയ്യോ, എന്റെ ദൈവമേ, എല്ലാം കൊല്ലാൻ കൊണ്ടാവുകയാണ്. ഈ പ്രാന്തന്മാർക്ക് മുഴുപ്രാന്താണ്. ചത്തുപോയി കഴിഞ്ഞാൽ സമാനം പറയണം. എന്റെ പുതിയ കളയാണ്. എന്നെ കൊല്ലല്ലേ. അയ്യോ എടി ഒന്ന് പറയടി. അയ്യോ ചേട്ടാ, ക്വാളിറ്റി ഇല്ല അതിന്. ക്വാളിറ്റി ഇല്ലെന്നാ പാറ്റന്റ് അങ്ങനൊക്കെ 2 സാധനം വന്ന് ചാടി പിന്നെ അത് പൊളിഞ്ഞു പോകത്തില്ലേ? ദൈവമേ.
അല്ല അപ്പൊ നമുക്കത് എഗ്രിമെന്റ് എഴുതേണ്ടത്. ആക്ച്വലി ഞങ്ങൾ പായും തകളയും മേടിക്കാനല്ല വന്നത്, ഞങ്ങൾ ക്ലോസറ്റ് മേടിക്കാനാണ് വന്നത്. ഉണ്ട് സാർ. ലോകോത്തര വിപണിയിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോസറ്റ് ഉണ്ട്. എക്സ്പോർട്ട് ആണ്, ഇമ്പോർട്ട് എല്ലാ സാധനങ്ങളും ഒന്ന് കാണിച്ചു. അല്ല, അത് പിന്നെ കാണാം. പക്ഷെ ഒരു കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ അംഗീകരിക്കും സാർ? കസ്റ്റം റീസ്കിങ്, അതാണ് സാർ എന്റെ ഒരു പോളിസി. ക്ലോസറ്റ് മേടിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ അരമണിക്കൂർ ഉപയോഗിച്ചതിന് ശേഷമേ ഇത് മേടിക്കൂ. മതിയെന്നോ?